കട്ട് ചെയ്തിട്ടോ, ഞാൻ പിന്നെ ലാസ്റ്റ് ഇട്ടു. ഹായ്, സോ വി ഗോട്ട് ക്യാമറന്റെ വായിലേക്ക് വരില്ല. ഹായ്, സോ വി ഗോട്ട് അനദർ ടോയ് ടുഡേ. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ളൊരു എയർഗൺ. ഓക്കെ, നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. So this is Pressy Hole. ഒരു ഇന്ത്യൻ ഗണ്ണിൽ അത്യാവശ്യം നല്ലതാണ്. So this is VX100. Okay. സോ ഇതും ലൈസൻസ് വേണ്ടാത്ത ഒരു ഗണ്ണാണ്. ഇവിടെ ഒരു യൂസർ മാനുവൽ കാണാം. അതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ലോഡ് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് എല്ലാം അതിൽ പറയുന്നുണ്ട്. സോ ദിസ് ഈസ് എ .177 കാലിബർ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 4.5 mm പെല്ലറ്റ്സ് യൂസ് ചെയ്യുന്നൊരു എയർ റൈഫിളാണ്. ഇതിൻ്റെ തൊട്ട് മേലെ .22 എന്ന് പറയുന്ന 5.6 mm പെല്ലറ്റ്സ് യൂസ് ചെയ്യുന്ന ഗണ്ണുകൾക്കെല്ലാം ലൈസൻസ് വേണം. സോ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു പെട്ടി പെല്ലറ്റ് വന്നിട്ടുണ്ട് അവർ കമ്പനിയിൽ നിന്ന് ഒറിജിനലി വരുന്നത്. സോ ദിസ് ഈസ് ദ ഗൺ. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. സോ ഈസി ടു ലോഡ്. സോ ഇവിടെ ഒരു സേഫ്റ്റി ലോക്ക് ഉണ്ട്. നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ലോക്ക് ഓട്ടോമാറ്റിക്കലി വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിലേക്ക് നീക്കണം, എന്നിട്ട് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ ബാക്ക് വരും. കുറച്ചുകൂടി പവർ കൂടിയതുകൊണ്ടാണ്. ഇനി ഇതിലേറെ പവർ കൂടിയ ഒരു ഏട്ടനുണ്ട്, ദാറ്റ് ഈസ് NX200. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അതായത് വലിയ ഡിഫറൻസ് ഇല്ല സത്യം പറഞ്ഞാൽ. VX100ഉം NX200ഉം തമ്മിൽ ഒരു 100 FPS വ്യത്യാസമേ ഉള്ളൂ. ഇത് 800 FPS പോവുക ഇതിൻ്റെ ബുള്ളറ്റ്. NX200 ഒരു 900 അല്ലെങ്കിൽ 850 അങ്ങനെ ആ റേഞ്ചിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കുറച്ചുകൂടെ പവർ കൂടുതലായിട്ട് ഉണ്ടാവും അർത്ഥം. അപ്പം നമ്മൾ ജസ്റ്റ് അതിനൊരു 6000 കൂടെ എക്സ്ട്രാ കൊടുക്കണം. അതിന് ആവശ്യമില്ല. ദിസ് ഇസ് ഇനഫ് ആക്ച്വലി. നമുക്ക് അത്ര ലോങ്ങിലേക്ക് വെക്കാനല്ലല്ലോ. കുറച്ച് ടാർഗറ്റ് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എമർജൻസിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ദാറ്റ്സ് ഓൾസോ വിൽ ബി വെരി നിയർ, ക്ലോസ് ഡിസ്റ്റൻസിലായിരിക്കും. ഇപ്പോൾ ക്ലോസ് ഡിസ്റ്റൻസിൽ ഇത് രണ്ടും ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ എയിമിങ്ങും എല്ലാം ഇവിടെയൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഈ സംഭവം നമുക്ക് പൊക്കിയ താത്തിയ സൈഡിലേക്കോ ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ചെറിയ ട്രിഗറാണ്. ലൈക്ക് നമ്മൾ ഒരുപാട് വലിക്കൊന്നുമുണ്ട്, ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ച് ആണിത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയ ഒരു സേഫ്റ്റി ലോക്ക് കൊടുത്തത്. സോ ദി നെയിം ഈസ് VX100 Spartan Mark II. അപ്പോൾ ഇതിൽ മറ്റേ വുഡിൻ്റെ പോലത്തെ പ്രശ്നങ്ങൾ, വുഡിനിങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് മാറുക അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടുക ഇതൊക്കെ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് ഫൈബർ ആക്ച്വലി. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, ആൻഡ് ഈസി ടു ലോഡ്. ഓക്കെ, പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. അതിൻ്റെ വീഡിയോസ് പിന്നീട്